Hey everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. സൺഡേ ആക്ച്വലി ഞാൻ അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ വിത്ത് യു. ഈവൻ ദോ ഇറ്റ് ഇസ് സൺഡേ, ഞാൻ അത്യാവശ്യം നേരത്തെ എണീറ്റുണ്ടായിരുന്നു. ലൈക്ക് അബൌട്ട് 6 സംതിങ്, യാ അല്ലെങ്കിൽ 6:30 സംതിങ്ങിന് എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൈ ടേബിൾ വാസ് മെസ്സി ആസ് ഓൾവേസ്. രാത്രി പഠിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് തന്നെ പോകും. അതിനുശേഷം ഞാൻ ടേബിളൊക്കെ നീറ്റ് ചെയ്തു, ഐ മീൻ വൃത്തിയാക്കി. അതിനുശേഷം ക്ലാസ്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആസ് ഐ സെഡ്, ഐ വാസ് സ്റ്റഡിയിങ് ബോട്ടണിയിൽ മറ്റേ ബയോടെക്നോളജി പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ലിറ്റിൽ ടഫ്, കാരണം കുറേ പഠിക്കാനുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ക്ലാസ്സസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് നമുക്ക് റിവിഷൻ അല്ലെങ്കിൽ ജസ്റ്റ് നോക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സസും ആദ്യം വേഗം തന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓൺ എക്സാമിന് വേണ്ടി നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ എനിക്ക് കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ട്. ലൈക്ക് ഫിസിക്സ് ആണ് കുറച്ച് അധികം ഉള്ളത്, ബാക്കിയുള്ളതൊന്നും അത്രയ്ക്കില്ല. ഈവൻ ദോ ഇറ്റ് സൺഡേ, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റീവ് സ്റ്റഡി ഡേ ഫോർ മീ. കാരണം ഞാൻ കുറേ സൺഡേസ് സ്കിപ്പ് ചെയ്യാറുണ്ട് പഠിത്തത്തിൽ നിന്ന്. സോ ഇനി അങ്ങനെ ചെയ്താൽ പണി കിട്ടും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സൊക്കെ കണ്ടുപോകുന്നുണ്ട്. പഠിച്ചിട്ടില്ല, അതാണ് അത്ഭുതം. ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഓട്സ് നമ്മൾ ഓവർനൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് പോയി. ഞാനിപ്പോൾ ട്യൂഷന് പോകാറുണ്ട്. ഒരു 10:30 സംതിങ് ആകുമ്പോൾ ട്യൂഷന് പോയി കഴിഞ്ഞ് വന്നു. ആൻഡ് അതിന് ശേഷം ഞാൻ വീണ്ടും പഠിക്കായിരുന്നു. ഐ മീൻ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2:30 സംതിങ്ങിനാകുമ്പോൾ ഞാൻ സുവോളജി ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചെറുതായിട്ട്. കാരണം എന്താ വെച്ചാൽ സുവോളജി നമുക്ക് മിസ്സ് ചോദ്യം ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ചോദിച്ചിട്ടില്ല. എങ്കിലും ആ ഒരു ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. അതേപോലെ തന്നെ ടെക്സ്റ്റ് നല്ലോണം വായിച്ചു. ടെക്സ്റ്റ് നന്നായി വായിച്ചാൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവുമെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ടെക്സ്റ്റിൽ നല്ല വൃത്തിക്ക് കൊടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് നോട്ട്സ് തരാൻ പറ്റില്ല, പക്ഷേ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രീൻ്റെ ഒന്നും ടെക്സ്റ്റ് ഞാൻ വായിക്കാറില്ല, എനിക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല വായിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പക്ഷേ ബോട്ടണി, ഐ മീൻ ബയോളജി ടെക്സ്റ്റ് ഇസ് സോ ഗുഡ്. വായിച്ചൊക്കെ മനസ്സിലാവും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, അതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓഫ് കോഴ്സ് ബാക്ക് ടു മൈ ബോട്ടണി ക്ലാസ്സസ്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അത്യാവശ്യം 1 മണിക്കൂറൊക്കെ ഉണ്ട് ഒരു ലൈവ്, അപ്പോൾ കുറച്ചധികം ടൈമും എടുക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് 2 ക്ലാസ്സും കൂടി കാണാനുള്ളൂ. അത്രയും ക്ലാസ് ഞാൻ കണ്ടു. ഇപ്പോൾ 7 പാഠോളം ഉണ്ട് ക്ലാസ്സിന്. സോ ഞാൻ അത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ലൈക്ക് ഇങ്ങനെയൊന്നും ഞാൻ ഇരിക്കാറില്ല, എന്തോ അത്ഭുതമാണ്. സോ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണം എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ ആയിരുന്നു. സോ വാട്ട് അബൌട്ട് യു ഗേൾസ്? എൻ്റെ പ്രിപ്പറേഷൻ ഇതൊക്കെ ആയിട്ടേ ഉള്ളൂ. എനിക്കിനിയും ഫിസിക്സ് പഠിക്കാനുണ്ട്. അത് വേഗം തന്നെ പഠിച്ച് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാമായിരുന്നു. ഫിസിക്സിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. എനിവേ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. മിസ്സിങ്ങിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ചോദിക്കുന്നുണ്ട്. അത് പഠിച്ച് ഫോഴ്സായിട്ട് പഠിച്ചിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോകുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഒരു മിനി സ്നാക്സ് ബ്രേക്ക് എടുത്തു. ഞാൻ ഉണ്ടാകാൻ ഉദ്ദേശിച്ച ഇങ്ങനത്തെ ഒരു സാധനമല്ല, പക്ഷെ ഉണ്ടായി വന്നപ്പോൾ ഇങ്ങനെയാണ്. ലൈക്ക് ന്യൂട്ടെല്ല ബ്രെഡ് സംതിങ്, ഒരു ലൈക്ക് എന്താ പറയുക, എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാമായിരുന്നു. ബട്ട് എൻ്റെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കോലമായത്. ആൻഡ് അതിനുശേഷം പിന്നെ രാത്രി ഞാൻ കെമിസ്ട്രി പഠിച്ചു. കെമിസ്ട്രിയിലെ DNF ബ്ലോക്ക് എലിമെൻസിൻ്റെ ആ ഒരു ചാപ്റ്ററാണ്. അത് 2.5 hours ലൈവായിരുന്നു. സോ ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം മോർണിംഗും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അല്ലെങ്കിൽ കഴിയില്ല. സോ അതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ചാപ്റ്റർ ഒട്ടും ഇഷ്ടമായിട്ടില്ല. നല്ല ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, കുറേ പഠിക്കാനും ഉണ്ട്. പിന്നെ എനിക്ക് കെമിസ്ട്രിയിലും എനിക്ക് ആപ്പാടെ നല്ല വൃത്തിക്കായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിനുശേഷം കുറേ ചാപ്റ്റേഴ്സ് എനിക്ക് റിവിഷൻ ചെയ്യാണ്ട് പഠിക്കാനും ഉണ്ട്. ഇതിനൊക്കെ എവിടെ സമയം എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തായാലും ഡെയിലി 5 o'clock എണീക്കാറുണ്ട് ടു കംപ്ലീറ്റ് ഓൾ മൈ സിലബസ്. കാരണം ഇങ്ങനെ ബാക്ക്ലോഗ്സ് വെച്ചാൽ ഫുൾ പ്രശ്നമാവും, ലൈക്ക് +1. ആൻഡ് എനിക്ക് കുറച്ച് മുന്നേ വന്നൊരു കമൻ്റ് ആയിരുന്നു, അതായത് ഈ മിസ്സിൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോയെന്ന്. മിസ് ഇലക്ട്രോ കെമിസ്ട്രി എടുത്ത സമയത്ത് എനിക്ക് കുഴപ്പമില്ല, ഈ മിസ്സ് എനിക്ക് അപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും, പിന്നത്തേക്ക് എനിക്ക് മറന്നു വന്ന പ്രശ്നമുള്ളൂ. എന്തായാലും ഈ മിസ്സ് മാധവ് സാറിനെ പോലെ തന്നെ നന്നായി പഠിപ്പിച്ചിരുന്നാലും എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. So that's it for today's video. I hope you guys enjoyed this video. So see you soon in another video. Till then, bye.